ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോനകത്ത് സൺസ്ക്രീം ഏതൊക്കെയാണ് നല്ലത്, മോയ്സ്ചറൈസിങ് ക്രീം ഏതൊക്കെയാണ് നല്ലത്, അണ്ടർ ഐ സിറം ഏതൊക്കെയാണ് നല്ലത്, ലിപ് ബാം ഞാൻ യൂസ് ചെയ്യുന്ന ഏതാണ്, ഞാൻ യൂസ് ചെയ്ത് എനിക്ക് പണി കിട്ടിയ സിറംസ് ഏതൊക്കെയാണ്, ബെറ്റർ ഏതൊക്കെയാണ്, എൻ്റെതാണ്, എൻ്റെ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീമിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ലോങ് വീഡിയോസിനകത്തൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീം ഏതാണെന്ന് പറഞ്ഞു തരുന്നത്, പക്ഷെ എന്നാലും പലർക്കും ഡൗട്ടാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇതാണ്, സൺബാൻ സോഫ്റ്റ് ആണ്. ഇത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും, ആമസോണിലൊക്കെ കിട്ടുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടെ. ഞാനിത് സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് മേടിക്കാറ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 900-1000 അടുപ്പിച്ചാണ്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നാനോ സിങ്ക് ഡ്രൈ ടച്ച് നോൺ കോമഡോജനിക്, അയ്യോ അത് പറയണ്ടായിരുന്നു, എനിക്ക് വായിക്കാറുണ്ട്. അതിനകത്ത് 16 hours പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. ബ്രോഡ് സ്പെക്ട്രം SPF 15+ ആണ് വരുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 5-6 വർഷത്തിൽ കൂടുതലാവും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിനകത്ത് പിന്നെ മെയിൻ ആയിട്ടുള്ളത് വൈറ്റ് സ്കാർസ്. ചില സൺസ്ക്രീമിൽ വൈറ്റ് സ്കാർസ് ആർക്കും പിടിക്കൂല, പക്ഷെ എനിക്ക് ഓക്കെയാണ്. വൈറ്റ് സ്കാർസ് അങ്ങനെ ഓവറായിട്ടില്ല, കുറച്ചുണ്ട്. ഇടുന്ന സമയത്ത് ഞാൻ അതങ്ങ് തൂത്തുകളയാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീം ഫേസിൽ. കാരണം ബോഡിയിലും കയ്യിലൊന്നും അങ്ങനെ സൺസ്ക്രീം യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു സൺസ്ക്രീമാണ് ഡോക്ടർ ഷെറ്റ്സിന്റെ സെറാമിക് ആൻഡ് വിറ്റാമിൻ സിയുടെ ഈ സൺസ്ക്രീം നല്ലതാണ്. ഡോക്ടർ ഷെറ്റ്സിന്റെ ഇതും അത്യാവശ്യം നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അക്വാലോജിക്കയുടെ ഗ്ലോ ഡ്യൂയി സൺസ്ക്രീം SPF 15+ ആണ്. ഇതും അത്യാവശ്യം നല്ല സൺസ്ക്രീമാണ്, ഫേസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് വൈറ്റ് സ്കാർസ് ഒന്നുമില്ല. ഇതും അത്യാവശ്യം നല്ല സൺസ്ക്രീൻ ആണ്. ഇതിനകത്ത് വൈറ്റ് സ്കാർസ് ഇല്ല, ഭയങ്കരമായിട്ട് ഡ്രൈ ആവില്ല. നോർമലി നമ്മളെ മുഖത്ത് ഒരു ഫെയർനെസ് ക്രീം ഇടുമ്പോൾ എങ്ങനെയാണ് അതുപോലെ അത്രയും ഫെയർ ആയിട്ടൊന്നും ഇരിക്കൂല, എന്നാലും നല്ല സാധനമാണ്. അപ്പം അക്വാലോജിക്കയുടെ സൺസ്ക്രീം, ഡോക്ടർ ഷെറ്റ്സിന്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി സിറം, ഇത് എന്റെ ഫേവറേറ്റ് സൺബാൻ സോഫ്റ്റ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഒരു 500 രൂപയ്ക്ക് ആവോളം തോന്നുന്നു. ഇതും അത്രയൊക്കെ ഉള്ളു. ഇതങ്ങനെ ഞാൻ രണ്ടാമത്തെ ബോട്ടിലൊന്നും എടുത്തിട്ടില്ല. ഈ സൺബാൻ സോഫ്റ്റ് മാത്രമാണ് 4-5 ബോട്ടിൽ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എന്റെ ഇഷ്ടമുള്ള സൺസ്ക്രീം. പിന്നെ അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മുന്നത്തെ വീഡിയോസിനകത്തൊക്കെ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അക്വാലോജിക്കയുടെ വാട്ടർ മെലൺ ആണ് എന്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസിങ് ക്രീം. ഞാൻ ഏകദേശം ഒരു 6-7 ബോട്ടിലോളം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും ഷോപ്പിൽ ഇല്ല, സ്റ്റോക്ക് ഇല്ല, ഇപ്പൊ വരാറില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ഓൺലൈനിൽ മേടിക്കാൻ ടൈം ഇല്ല, അതായത് ഒരാഴ്ചയൊക്കെ എടുക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ പ്ലമ്മിന്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് പിന്നെ മേടിച്ചത്. ഇതും നല്ല സാധനമാണ്. ഫസ്റ്റ് ബോട്ടിൽ ഞാൻ ട്രൈ ചെയ്യാൻ മേടിച്ചതാണ്. പ്ലമ്മിന്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് 2% ക്ലിയർ മോയ്സ്ചറൈസിങ് ജെൽ ക്രീമാണ്. ഇതൊരു ജെൽ ടൈപ്പ് ആണ്, നല്ല സാധനം. എനിക്കിത് ഇപ്പൊ രാത്രിയാണ് ഞാനിത് യൂസ് ചെയ്യണമെങ്കിൽ മഞ്ഞളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ മഞ്ഞൾ ഇട്ടിട്ടാണ് ഈ മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്നോണ്ടാണോ നീറ്റലുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നല്ല രീതിക്ക് മുഖത്ത് എനിക്കൊരു നീറ്റലുണ്ട്. ഞാൻ ആദ്യം 1 ദിവസം ഇട്ട്, 2 ദിവസം ഇട്ട്, 3 ദിവസം ഇട്ട് നീറ്റൽ മാറിയില്ലെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരണേ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. പക്ഷെ കണ്ടിന്യൂ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ചെറിയ നീറ്റലുണ്ട്. എന്നാലും നല്ല സൂപ്പർ സാധനമാണ്. പിന്നെ ഞാൻ വീണ്ടും ഇത് തീർന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ പോയി അക്വാലോജിക്കയുടെ തന്നെ പപ്പായയുടെ മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് വെറും വേസ്റ്റ് ആണ്. നമ്മുടെ വാട്ടർ മെലന്റെ സെയിം കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തതാണ്. പക്ഷെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് പണി കിട്ടി. ഇത് കൊള്ളൂല. എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ സാധാരണ ഒരു ഓയിൽ ഇടുന്നതിന്റെ അത്ര, ഒരു ബേബി ക്രീം ഇടുന്നതിന്റെ അത്ര പോലും ഒരു ഡ്രൈനെസ് മാറുന്നില്ല. കാരണം ഇടും അപ്പോഴേ മുഖത്ത് അബ്സോർവ് ആവും. പിന്നെ ഒരു ഇതുമില്ല, ഒരു മോയ്സ്ചറൈസിങ്ങിന്റെ ഒരു ഇതും ഇതിനകത്ത്. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആകെ ഞാനത് കുറച്ചേ എടുത്തിട്ടുള്ളൂ, കണ്ടോ. പക്ഷെ നല്ല മണമാണ്, പക്ഷെ ഇത് കൊള്ളൂല, ഈ സാധനം യൂസ് ചെയ്യാൻ കൊള്ളൂല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി പ്ലമ്മിന്റെ ഈ മോയ്സ്ചറൈസിങ് ക്രീം തന്നെ എടുത്ത്. ഇതെന്റെ 2ാമത്തെ ബോട്ടിലാണ്. ഇത് കൊള്ളാം. അക്വാലോജിക്കയുടെ പപ്പായ മേടിക്കരുത്, വാട്ടർമെലൺ നല്ലതാണ്, ഓൺലൈനിലൊക്കെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി യൂസ് ചെയ്യുന്ന അണ്ടർ ഐ സിറം ഏതാണ്, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാൻ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ അണ്ടർ ഐ സിറം ഒന്നും യൂസ് ചെയ്യില്ല. മേക്കപ്പ് ചെയ്യണ സമയത്ത് എന്റെ കണ്ണിന് താഴെയുള്ള ഈ കറുപ്പ് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പിന് മുന്നേ കൺസീലർ യൂസ് ചെയ്യുമായിരുന്നു. ഫസ്റ്റ് എനിക്ക് കൺസീലർ ഏത് ഷെയ്ഡ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് എന്റെ കൈ കിട്ടുന്ന ഒരു 3 ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ, ഒരു ഗ്രീൻ ഉണ്ട്, ഒരു പിസ്ത ഗ്രീൻ ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് എടുത്തത്
വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ്. കണ്ണിന്റെ താഴെ ഫുള്ള് നല്ല കവറേജ് ആയിരിക്കും, നല്ല സെറ്റായിട്ട് നല്ല വെളുത്തിരിക്കും എന്നൊക്കെ വെച്ചിട്ട് അത് എടുത്തിട്ട്, പക്ഷെ ഈ കണ്ണിന് ചുറ്റും മാത്രം ഒരുമാതിരി കഥകളി കണക്ക് വന്നിട്ട് ബാക്കി പോർഷൻ നോർമലി ഉള്ള ഒരു കളറായിരുന്നു ഫൗണ്ടേഷൻ ഇടുമ്പോൾ. അപ്പൊ അവിടെ മാത്രം നമ്മൾ എന്തോ ഇട്ടേക്കുന്ന പോലെ അറിയാൻ പറ്റും. അപ്പൊ ഒരിക്കലും നമ്മളെ ടെക്സ്ചർ എന്താണോ, നമ്മളെ കണ്ണിന്റെ ചുറ്റും ഏത് നല്ല ഓവറായിട്ട് ഡാർക്ക്നെസ് ഉണ്ടോ, അത് ലൈറ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും കൺസീലർ സെലക്ട് ചെയ്യാൻ. ഞാൻ പിന്നെ അതിനുശേഷം ഞാൻ ഗ്രീൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പിസ്ത ഗ്രീനും. അതും എനിക്ക് ഓക്കെ അല്ല. പിന്നെ മീഡിയം, ഇതിനിടയ്ക്കുള്ള ഒരു മീഡിയം, അതായത് ഒരു ഓവർ വൈറ്റും അല്ല ഓവർ ഡാർക്കും അല്ല, ഒരു മീഡിയം ഷെയ്ഡ് എടുത്തപ്പോൾ എന്റെ കണ്ണിന് ചുറ്റുമുള്ള ആ ഡാർക്ക്നെസ് ഒക്കെ ഏകദേശം കവറായി പോയി. അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ അതിട്ടിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ഇങ്ങനെ യൂട്യൂബിനകത്തൊക്കെ ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേക്കും എല്ലാവരും അണ്ടർ ഐ സിറം ഇടുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് അണ്ടർ ഐ സിറം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ പിൽഗ്രിമിന്റെ അണ്ടർ ഐ സിറം ആണ്. അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. 400 സംതിങ് എത്രയാണ്. പക്ഷെ അത് ഇട്ടിട്ട് എനിക്ക് വലിയ ഒരു റിസൾട്ടും ഇല്ല. എന്റെ കണ്ണിന് താഴത്തെ ആ ഡാർക്ക്നെസ് അത് അതേപോലെ നിൽപ്പുണ്ട്, അനങ്ങിയിട്ടേ ഇല്ല. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇത് ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി. എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ചക്കര അടുത്തൊക്കെ ചോദിച്ചു, ഇടി ഏതാണ് അണ്ടർ ഐ സിറം നല്ലത്. അപ്പൊ അവളടുത്ത് വഴക്കൂർ, നിങ്ങൾക്ക് 10-40 വയസ്സിട്ട് നിങ്ങൾ ഇത്രയും നാളായിട്ട് അണ്ടർ ഐ സിറം ഒന്നും യൂസ് ചെയ്തില്ല, കിളവ് ഇനിയെങ്കിലും യൂസ് ചെയ്തു. അവൾ എന്നെ വഴക്കുണ്ട്. അവൾ എനിക്ക് വേറെ കുറെ അണ്ടർ ഐ സിറം ഒക്കെ പറഞ്ഞു തന്ന്. പിന്നെ എൻ്റെ ഒരു ഇൻസ്റ്റയിൽ ഒരു ഫ്രണ്ട് കീർത്തന എന്ന് പറഞ്ഞാൽ, അവളോട് ഞാൻ ചോദിച്ചു, അവൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റയിൽ വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അപ്പം അവളോട് ചോദിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞ് പിൽഗ്രിം കൊള്ളാം, പിന്നെ ഒരു മെലാലുമിൻ കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ മെലാലുമിൻ, ഇതാണ്. ഇത് ഞാൻ അമ്മ പറഞ്ഞിട്ട് മേടിച്ചതാണ് മെലാലുമിൻ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 1000 ഇതിന്റെ റേറ്റ്. ഇത് ഫസ്റ്റ് ഞാനൊരു 3-4 ദിവസം ഉപയോഗിച്ചപ്പോഴത്തേക്കും എനിക്ക് കണ്ണിന് താഴെ നല്ല നീറ്റലുണ്ടായിരുന്നു. അപ്പം ഭയങ്കര സെൻസിറ്റീവ് അല്ലേ, കണ്ണിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പതിയെ അങ്ങ് സ്റ്റോപ്പ് ആക്കിയിട്ട് ഞാൻ ഡോക്ടർ നാദിയുടെ അവരുടെ ആ വീഡിയോസിനകത്തൊക്കെ അവരുടെ അണ്ടർ ഐ സിറം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ബോട്ടിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഇതാണ്. ഇതിന്റെ പുറത്ത് പേപ്പർ കൊണ്ട് അതൊക്കെ ഞാൻ ഇളക്കി കളഞ്ഞ്. അപ്പം ഇതാണ് ഡോക്ടർ നാദിയുടെ അണ്ടർ ഐ സിറം. ഞാൻ യൂസ് ചെയ്തപ്പം എനിക്ക് ഫസ്റ്റ് ഓക്കെയാണ്, ഒരുവിധം ഓക്കെയാണ്, ചെറിയൊരു ഡാർക്ക്നെസ് ഒക്കെ മാറിയത് പോലെ തോന്നി. അങ്ങനെ രണ്ടാമതും മേടിച്ചപ്പം എനിക്ക് എന്തോ ഓക്കെ ആവത്ത്. പക്ഷെ ഇത് ഭയങ്കര റേറ്റ് ആണ്, ഇത്രയേ ഉള്ളൂ. 1300 അടുപ്പിച്ച് 1600 അങ്ങനെയാണ് ഇതിന്റെ റേറ്റ്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഇപ്പൊ കുറെ നാളായി മേടിച്ചിട്ട്. പിന്നെ എനിക്ക് മേടിച്ചപ്പോഴത്തേക്കും എന്തോ എനിക്ക് റിസൾട്ട് ഇല്ലാത്തത് പോലെ തോന്നി. ഇപ്പൊ നമ്മള് ഇപ്പൊ എന്ത് സിറം ഇട്ടാലും, എന്ത് അണ്ടർ ഐ സിറം ഇട്ടാലും, നമ്മൾ കണ്ണിൽ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഓവറായിട്ട് ഫോൺ യൂസ് ചെയ്യുമ്പം, നൈറ്റ് ഓവറായിട്ട്, അതായത് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് മൊബൈലിന്റെ വെട്ടത്തിൽ ഒരുപാട് നമ്മൾ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുമ്പോഴത്തേക്കും എന്തായാലും ഡാർക്ക്നെസ് വരും. നമ്മളൊരു സ്കിൻ ഡോക്ടർ അടുത്ത് പോയാലും അവർ പറയും. അതിപ്പോ നമുക്ക് ഡോക്ടർ അടുത്ത് പോകാതെ തന്നെ നമുക്ക് നോർമലി അറിയാന്നുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണമെല്ലാം ഞാൻ രാത്രി കിടക്കുന്ന സമയത്താണ്. അപ്പം 1 മണി 2 മണി വരെയൊക്കെ ഫോണകത്ത് ഇങ്ങനെ കുത്തിരുന്ന് ഏറ്റവും ലാസ്റ്റ് ഫോൺ ഇതിന് താഴെ വീണ സമയത്തായിരിക്കും ഫോൺ ലോക്കിട്ട് ഞാൻ ഉറങ്ങണം. അപ്പൊ അതിന് അത്രയും നല്ല ഓവർ സ്ട്രെയിൻ ആണ് എന്റെ കണ്ണിന് കൊടുക്കണം. അതായത് രാവിലെ എണീക്കണം, പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ കണ്ണിന് നല്ല സ്ട്രെയിൻ കഴിഞ്ഞിട്ട് ഡോക്ടർ എനിക്കൊരു അണ്ടർ ഐ സിറം പറഞ്ഞു തന്ന്. അതിന്റെ റേറ്റ് വന്നിട്ട് 2000 രൂപയാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ അതിപ്പോ മേടിച്ചിട്ടില്ല. പക്ഷെ അത് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നല്ലതായിരിക്കാം, ബഫ്നെസ് ഡാർക്ക്നെസ് ഒക്കെ മാറും എന്ന് പറഞ്ഞ ഡോക്ടർ എനിക്ക് തന്നതാണ്. അപ്പം കുറച്ച് കോസ്റ്റ്ലിയാണ്, ഞാൻ മേടിച്ചില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് മേടിച്ചിട്ട് എന്തായാലും അതിന്റെ റിസൾട്ട് ഞാൻ നിങ്ങളുടെ പറയാം. അത് എങ്ങനെയാണ്, എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാം. റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചാൽ മതി. കാരണം റിസൾട്ട് ഇല്ല, നമ്മൾ ഇത്രയും റേറ്റ് കൂടി സാധനം മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തായാലും ഞാൻ മേടിച്ച് അത് യൂസ് ചെയ്തിട്ട് പറയാം. പിന്നെ ഡോക്ടർ നാദിയുടെ ഒക്കെ കൊള്ളാം. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ കാണാം, ഒരുപാടുണ്ട്. പ്ലമ്മിന്റെ അണ്ടർ ഐ സിറം ഉണ്ട്, പിന്നെ ഡെർമയുടെ ഉണ്ട്, വേറെ ഏതൊക്കെയോ ഉണ്ട്. എല്ലാം ഏതെങ്കിലുമൊക്കെ നല്ലതായിരിക്കും. എനിക്ക് എല്ലാം അങ്ങനെ മേടിച്ച് യൂസ് ചെയ്യാൻ പേടി കാരണമാണ് ഞാൻ പിന്നെ പോയി ഡോക്ടറെ കണ്ടത്. കണ്ണല്ലേ. അപ്പം ചിലർക്കൊക്കെ പിൽഗ്രിമും മെലാലുമിനൊക്കെ ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടു. മെലാലുമിനൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ്. എനിക്ക് കണ്ണിന് താഴെ ഇട്ടപ്പോഴത്തേക്കും നല്ല നീറ്റിൽ വന്നപ്പോൾ ഞാൻ നിർത്തിക്കളഞ്ഞ്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. ചിലപ്പോൾ കണ്ടിന്യൂ ഇടുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് ആയിരിക്കും. വേണമെങ്കിൽ മേടിച്ച് യൂസ് ചെയ്ത് നോക്കിക്കോ. പിൽഗ്രിം ഒന്നും വലിയ റിസൾട്ട് ഇല്ല. അപ്പൊ എന്തായാലും ഡോക്ടർ തന്ന ആ വിറ്റാമിൻ സി അതിന്റെ പേര് ഡോക്ടർ എനിക്ക് പറഞ്ഞെന്ന അണ്ടർ ഐ സിറത്തിന്റെ പേര് ട്രൂ ഡെർമ വിറ്റാമിൻ സി സിറം ആണ്. അത് 20% ആണ്. അത് രാവിലെയും രാത്രിയും എൻ്റെ അടുത്ത് കണ്ണിന് താഴെ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അത് മേടിച്ചിട്ടില്ല. എന്തായാലും മേടിച്ചിട്ട് അത് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ എന്തായാലും മേടിച്ചാൽ മതി. അപ്പൊ ഇതാണ് സൺസ്ക്രീം, മോയ്സ്ചറൈസിങ് ക്രീം, അണ്ടർ ഐ സിറം.
പിന്നെ എന്റെ ലിപ് ബാം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് ഞാൻ ലിപ് ബാം എന്ന് പറഞ്ഞാൽ മാമ എർത്തിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്, പിൽഗ്രിമിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്. മാമ എർത്തൊക്കെ ഓക്കെ, കൊള്ളാം, ഓക്കെയാണ്, അത്ര തന്നെ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് നമ്മളെപ്പോഴും ഈ മേക്കപ്പ് ചെയ്യുമ്പോഴും പുറത്ത് പോകുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ ലിപ്സ്റ്റിക് എപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചുണ്ട് പിഗ്മെന്റേഷൻ ആവാറുണ്ട്, ഡ്രൈ ആവാറുണ്ട്, ഭയങ്കരമായിട്ട് ഇങ്ങനെ തൊലി പൊട്ടി പോകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അതല്ലാതെ തന്നെ നമുക്ക് ഈ തണുപ്പുള്ള സമയത്ത് ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ ഓവറായിട്ട് AC ഭയങ്കരമായിട്ട് തണുപ്പടിക്കുമ്പോഴൊക്കെ നമുക്ക് ചുണ്ട് പൊട്ടി പോകാറുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്കൂടെ പറയാൻ വേണ്ട. അപ്പൊ ആ ടൈമിനൊക്കെ നമുക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്തവർക്ക് തന്നെ ഡ്രൈ ആവാറുണ്ട്, പിഗ്മെന്റേഷനും വരാറുണ്ട്. അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടി ഞാൻ മുമ്പ് വീട്ടിൽ തന്നെ പഞ്ചസാര തേന് സ്ക്രബ് ചെയ്യാറുണ്ട്, തക്കാളിയും തേന് സ്ക്രബ് ചെയ്യാറുണ്ട്. അതിലൊക്കെ എനിക്ക് ഒരുവിധം ഇതെല്ലാം രാവിലെ എണീച്ചോണ്ടേ മുഖത്തൊക്കെ എല്ലാം കഴിയും. പക്ഷെ എന്റെ ചുണ്ട് മാത്രം ഇങ്ങനെ കറായിരിക്കും. എന്ത് ചെയ്യും ചുണ്ട്. ഇപ്പൊ ലിപ്സ്റ്റിക് ഇല്ലെങ്കിലും നോർമലി നല്ല കറുപ്പായിരുന്നു താഴെയും മുകളിലും ഒക്കെ. എന്ത് ചെയ്തിട്ടും മാറല്ല. പിന്നെ അവസാനം എന്നും രാവിലെ എനിക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഫേസിലെല്ലാം കഴിഞ്ഞിട്ട് ബീട്രൂട്ട് വാരി തേക്കുന്നുണ്ട്. ബീട്രൂട്ട് തേക്കുമ്പോൾ കൊള്ളാം, ചുണ്ട് അത്യാവശ്യം ചുമന്നൊക്കെ ഇരിക്കണം. അത് ആ ബീട്രൂട്ട് തേക്കുന്ന സമയത്തേ ഉള്ളു. ബീട്രൂട്ടിന്റെ ആ ഷെയ്ഡ് പോകുമ്പോഴത്തേക്കും വീണ്ടും ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കറുത്ത് ഒരു മാതിരി ഇരിക്കും. മേക്കപ്പ് ഇല്ലാതെയും മേക്കപ്പ് ചെയ്ത ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ. പിന്നെ ഞാൻ ഡോക്ടർ നാദിയുടെ ഒരു ലിപ് ബാം മേടിച്ചു. അവരെനിക്ക് അവരുടെ പ്രോഡക്റ്റിന്റെ ഒരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ലിപ് ബാം ഉണ്ടായിരുന്നു. അപ്പം അത് നല്ല സൂപ്പർ ലിപ് ബാം ആണ് ഡോക്ടർ നാദിയുടെ. സത്യം പറഞ്ഞാൽ ആ ലിപ് ബാമിനകത്ത് ഒരു നെഗറ്റീവും പറയാനില്ല. നല്ല അടിപൊളി സാധനമാണ്. ഡേ ക്രീമും നൈറ്റ് ക്രീമും ആണ്. അത് വന്നിട്ട് 1300 രൂപയാണ്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോക്ടർ തന്നതിൽ എന്റെ ഫേവറേറ്റ് സാധനം ആ ലിപ് ബാം ആണ്. അത് കഴിഞ്ഞിട്ട് സ്വർണ്ണ അണ്ടർ ഐ സിറം അത്ര റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ പറയില്ല, ഓക്കെ ആണ്, അത്ര തന്നെ. അതല്ലാണ്ട് ഞാൻ അവരുടെ വേറെ ഒരു പ്രോഡക്റ്റും എടുത്തിട്ടില്ല. എനിക്ക് കൊളാബറേഷൻ തന്ന സമയത്ത് അവരുടെ ആ ലിപ് ബാം തന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് ലിപ് ബാം ഇടുന്ന സമയത്ത് നമ്മളെ ചുണ്ട് എന്തോ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ നല്ല സെറ്റ് ആയിട്ടിരിക്കും. ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമില്ല. ആ ലിപ് ബാമിനകത്ത് തന്നെ ഒരു ഡേ ക്രീം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല കളറായിട്ടിരിക്കാറുണ്ട്. പിന്നെ നൈറ്റ് യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിൽ ചെറിയൊരു വൈറ്റ് കളർ, നമ്മൾ ചുണ്ടിനകത്ത് ഒരു വൈറ്റ് ലിപ്സ്റ്റിക് ഇട്ടാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ പിങ്കും വൈറ്റും കൂടെ ചേർന്ന ലിപ്സ്റ്റിക് ഇട്ടാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് നമ്മുടെ ചുണ്ട് നൈറ്റ് ലിപ് ബാം ഇടുമ്പോൾ ഇരിക്കുന്നത്. പക്ഷെ അത് നല്ല സാധനമാണ്. പിന്നെ നമ്മുടെ മാമ എർത്തൊക്കെ കൊള്ളാം, മാമ എർത്തൊക്കെ ഓക്കെയാണ്. പ്ലമ്മിന്റെ ലിപ് ബാം ഉണ്ട്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ കിട്ടാത്ത സാധനങ്ങളൊക്കെ ചുരുക്കമാണ്. ഡെർമ, പ്ലം, ഒരുപാട് അതായത് നമ്മള് നോർമലി അവരുടെ സിറം യൂസ് ചെയ്യുന്ന പോലെ തന്നെ അണ്ടർ ഐ സിറം ഉണ്ട്, ലിപ് ബാം ഉണ്ട്, എല്ലാത്തിലും ലിപ് ബാം അണ്ടർ ഐ സിറം ഒക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പം എനിക്ക് റിസൾട്ട് വരുന്നതായിരിക്കില്ല, നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് വരും, നിങ്ങൾ ഇടുന്ന സാധനം ആയിരിക്കില്ല എനിക്ക് റിസൾട്ട് വരുന്നത്. അപ്പം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും ടെക്സ്റ്റും ഒക്കെ അനുസരിച്ചായിരിക്കും മാറ്റം. അപ്പൊ എനിക്കിത് ഓക്കെയാണ്. അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ലിപ് ബാം. പിന്നെ ചുണ്ടിനകത്ത് അല്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് നിൽക്കുമ്പം എനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ചുണ്ടിൽ ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴും തക്കാളിയൊക്കെ ഇടാറുണ്ട്. അങ്ങനെ എപ്പോഴും ഡ്രൈ ആക്കാനുള്ളൊരു ടൈം ഞാൻ കൊടുക്കൂല, അത്ര തന്നെ. പിന്നെ അടുത്തേന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന സിറം നിങ്ങൾക്ക് അറിയാം, ഡെർമയുടെ കോജിക് ആസിഡ്, പിന്നെ പ്ലമ്മിന്റെ ഹൈലറോണിക് ആസിഡ്. എന്റെ ഫേവറേറ്റ് 2 സിറമാണിത്. പിന്നെ ഇത് രണ്ടും കൂടാതെ ഞാൻ ഇടയ്ക്ക് ഈ 2 സിറം മേടിച്ചിട്ടുണ്ടായിരുന്നു. പ്ലമ്മിന്റെ നിയാസിനമൈഡ് റൈസ് വാട്ടർ നിയാസിനമൈഡിന്റെ സിറവും പിന്നെ പ്ലമ്മിന്റെ വൈറ്റമിൻ സി സിറം. ഇത് വൈറ്റമിൻ സി സിറം കൊള്ളൂല, എന്റെ ഫേസ് നല്ല രീതിക്ക് ഡാർക്ക് ആയിപ്പോയി. മറ്റുള്ളവർക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്കിത് കൊള്ളൂലായിരുന്നു, ഭയങ്കരമായിട്ട് ഡാർക്ക് ആയിപ്പോയി. പിന്നെ ഈ പ്ലമ്മിന്റെ നിയാസിനമൈഡ് സിറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 വീക്ക് യൂസ് ചെയ്ത്. പക്ഷെ എനിക്കത് ഇടുമ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ ഉണങ്ങിയിരിക്കൂലേ, അതുപോലെ എന്റെ ഫേസിൽ ഒരുമാതിരി ഉണങ്ങി ഇരിക്കുന്ന കണക്ക് തോന്നിയോണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട് വിചിത്ര, അവളുടെ ഫേസിനകത്തൊക്കെ നിറച്ച് പിമ്പിൾസും പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഞാൻ അവളെ കണ്ടപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, ഞാൻ ഇത് ഇട്ടിട്ടാണ് ചേച്ചി മാറിയത്, ഇത് കൊള്ളാൻ. എനിക്ക് അങ്ങനെ പിമ്പിൾസോ പാടുകളോ ഒന്നുമില്ല. പക്ഷെ എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ഇത് മേടിച്ചിടാം, എങ്ങനെയായിരിക്കും ഇതിന്റെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടി ഞാനിത് മേടിച്ച് യൂസ് ചെയ്തു. പക്ഷെ എന്റെ മുഖം നല്ല രീതിക്ക് ഡള്ളായി പോകും പോലെ എനിക്ക് തോന്നിയെന്നല്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പൊ ഈ 2 സിറം യൂസ് ചെയ്യില്ലേ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അത് ഒരെണ്ണം സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്കിത് റിസൾട്ട് ഇല്ലായിരുന്നു. പക്ഷെ നോർമലി ഇത് ബോഡി വൈസിന്റെ സിറം ആണ്. ബോഡി വൈസിന്റെ 10% നിയാസിനമൈഡ് ഫേസ് സിറം. ഇതൊരു 30 ml ഉണ്ട്. പക്ഷെ പിമ്പിൾസ് ഉള്ളവർക്കും ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർക്കും ഒക്കെ നല്ല സൂപ്പർ സാധനമാണ്. കാരണം അവളുടെ ഫേസിൽ നല്ല ക്ലിയർ ആയി പോയിട്ടുണ്ട് എല്ലാ സാധനവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ച ഒരു സാധനം എന്ന് പറഞ്ഞാൽ
നമ്മുടെ മുഖത്ത് പോർസ് ഒക്കെ ഇല്ലേ, നമ്മളിപ്പം ഈ പോർസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പ്രൈമറാണ്. ബേസ് കൊടുത്ത് പ്രൈമർ കൊടുത്തിട്ടാണ് പിന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ ഡെർമയുടെ ഈ പോർ മിനിമൈസിങ് ഫേസ് സീറം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഈ കുഴികളൊക്കെ നികരും എന്നാണ് പറയണത്. ഞാൻ ആകെ ഒരു വട്ടേ യൂസ് ചെയ്യുന്നത്, കാരണം ഇതെല്ലാം കൂടെ വലിച്ചു വരെ ഇടാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടൂല. ഫേസ് നമുക്ക് എല്ലാം വാരി അങ്ങനെ ഇടാൻ പറ്റൂലല്ലോ. അപ്പൊ ഇതിൽ ഞാൻ പ്ലമ്മിന്റെ ഏതെങ്കിലും ഒരു സിറം സ്റ്റോപ്പ് ആക്കി അല്ലെ തീരുമ്പോഴത്തേക്കും ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നല്ല സാധനമാണെന്ന് പറയുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു ദിവസം ഇട്ടോളാം. ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ യൂസ് ചെയ്തിട്ട് എന്റെ മുഖത്ത് അങ്ങനെ ഓവർ കുഴിയില്ല. എനിക്ക് ഈ കവളുടെ സൈഡിലും മൂക്കിന്റെ അവിടെയൊക്കെ പോഴ്സ് ഉണ്ട്. മുമ്പ് മൂക്കിനുണ്ടായിരുന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഡെർമയുടെ തന്നെ പോർ മിനിമൈസിങ് ഫേസ് സീറം യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്തായാലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ച ചേച്ചി ഹെയറിന്റെ സീക്രട്ട് ഒന്ന് പറയോ, ഹെയർ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഹെയറിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അത് എന്റെ ലോങ് വീഡിയോ ഞാൻ നിങ്ങളുടെ പിന്നെ സത്യം പറഞ്ഞാൽ എന്റെ ഹെയറിനകത്ത് ഞാൻ ഒന്നും ചെയ്യൂല. ഒരു സ്പാ ചെയ്യൂല, പ്രോട്ടീൻ ചെയ്യൂല, ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ചെയ്യാറില്ല, പിന്നെ എണ്ണ തേക്കാറില്ല. എണ്ണ തേച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 വർഷത്തിൽ കൂടുതലാവും. ഞാൻ ആദ്യം തേച്ചുകൊണ്ടത് ഈ ലോറിയലിന്റെ ഈ ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വെറും പൊട്ട സാധനമാണ്. ഇത് ഒരു വകയ്ക്ക് കൊള്ളൂല. നമ്മളെ ഹെയർ ഫുള്ള് നല്ല രീതിക്ക് ഡ്രൈ ആയി സ്പ്ലിറ്റൻസ് ഉണ്ടായി ഫുള്ള് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഒരു വകയ്ക്ക് കൊള്ളൂല കേട്ടോ ഈ ലോറിയലിന്റെ ഈ ഷാമ്പുവും കണ്ടീഷണറും. പിന്നെ അതിനുശേഷം ഞാൻ പാർലറിൽ പോയപ്പോഴത്തേക്കും അവളാണ് എന്റെ ഹെയർ ഫുള്ള് റൂട്ട് ചെയ്ത അവളാണ്. അപ്പം അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി മെട്രിക്സിന്റെ മേടിച്ച് യൂസ് ചെയ്തു. പക്ഷെ ഇത് നല്ല സാധനമാണ്, അത്യാവശ്യം റേറ്റ് ഉണ്ട്, എന്നാലും നമ്മളെ ഹെയറിന് ഓക്കെയാണ്. എനിക്ക് അങ്ങനെ ഓവറായിട്ട് ഡ്രൈനെസ്സും കാര്യങ്ങളൊന്നുമില്ല. ഡ്രൈനെസ് വന്നാൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഹെയർ സിറത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ സെലക്ട് ചെയ്ത് വെക്കാറില്ല. സ്ട്രീക്സ് ആണോ ലോറിയലാണോ ഏതാണ് കിട്ടുന്നത് അത് ഞാൻ യൂസ് ചെയ്യാറാണ്. ഇത് ഓക്കെയാണ്. ഇതാണ് മെട്രിക്സിന്റെ ഷാമ്പുവും കണ്ടീഷണറും. ഇത് ഈ കണ്ടീഷണർ വന്നിട്ട് 335 ഷാമ്പു വന്നിട്ട് 800 400 അങ്ങനെയാണ്. അത്യാവശ്യം രണ്ടും കൂടെ ഒരു 1000 രൂപ അടുപ്പിച്ചാവും. എന്നാലും ഇതാണ് ഞാൻ യൂസ് ചെയ്യണത്, നല്ല സാധനമാണ്. പിന്നെ നമ്മൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഫേസിൽ സോപ്പ് തേക്കാതെ ചേച്ചി എന്താണ് യൂസ് ചെയ്യുന്നത്, ഫേസിൽ എങ്ങനെയാണ് മേക്കപ്പ് റിമൂവർ ഉണ്ട്, ഒരു മിസ്ലർ വാട്ടർ ഗാർണിയറിന്റെ ഒരു പിങ്ക് കളർ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഡെയിലി ഞാൻ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യില്ല, സോപ്പ് ഒട്ടും യൂസ് ചെയ്യില്ല, പൗഡർ യൂസ് ചെയ്യില്ല. പിന്നെ എനിക്ക് അങ്ങനെ പുറത്ത് പോയിട്ട് വരുമ്പം അഴുക്കൊണ്ട് ഫേസ് വല്ലാതെ ഇരിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്യണ സെറ്റാഫിന്റെ ഈ ജെന്റിൽ സ്കിൻ ക്ലെൻസർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. ഇതല്ലാതെ ഞാൻ ഒരു ഫേസ് വാഷും യൂസ് ചെയ്യേയില്ല. ഇതാണ് എൻ്റെ മോള് യൂസ് ചെയ്യണത്. അപ്പം ഏകദേശം ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അണ്ടർ ഐ സിറം, ലിപ് ബാം, സിറം, ഹെയറിൽ യൂസ് ചെയ്യുന്ന എന്താണ്. പിന്നെ എന്റെ തല നിറച്ച് താരനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഒന്നും ചെയ്യൂല, അതങ്ങനെ അവിടെ ഇരുന്നോണ്ട് പോട്ടെന്ന് വെച്ചാൽ ഒന്നും ചെയ്യില്ല. എനിക്ക് അത് നുള്ളിപ്പിരിക്കാനും അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കാനൊന്നും എനിക്ക് വയ്യ. അത് പോകുമ്പോൾ പോട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സവാള അരച്ച് തേച്ചിട്ടുണ്ട്, ഉലുവ അരച്ച് തേച്ചിട്ടുണ്ട്, കഞ്ഞിവെള്ളം തേച്ചിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയോ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ കണ്ടിട്ട്, ഓൺലൈനിലൊക്കെ കണ്ടിട്ട് ഞാൻ ഷാമ്പു ഒക്കെ മേടിച്ചു. എനിക്ക് ഒരു മാറ്റവും ഇല്ല. അത് പോവും വരും അങ്ങനെയാണ്. അപ്പൊ അതങ്ങനെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ പാർലറിൽ പോയി റൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എല്ലാവരും പറയാറുണ്ട് നല്ല ഡാൻഡ്രഫ് ഉണ്ട്. പക്ഷെ അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഡാൻഡ്രഫിനൊന്നും എനിക്ക് പ്രത്യേകിച്ച് എന്നെ ചോദിച്ചാൽ ചേച്ചി ഡാൻഡ്രഫിന് എന്തെങ്കിലും മരുന്നുണ്ടോ ചേച്ചി, എനിക്ക് അതിനെ കുറിച്ചൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്തേനെ. അപ്പം ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഉള്ളത്. പിന്നെ എൻ്റെ അടുത്ത് നെയിൽ പോളിഷ് ഇടുന്നതും ഫൗണ്ടേഷൻ എടുത്ത് ഏതോ ഒരു വീഡിയോനകത്ത് ഒരു കുട്ടി ഒന്ന് ചോദിച്ച പേര് എനിക്ക് കറക്റ്റ് ചേച്ചി ബുധനാഴ്ചയാണ് കല്യാണം എൻ്റെ ഫ്രണ്ടിന്റെ. ചേച്ചി അതിനു മുന്നേ എനിക്ക് വീഡിയോ ഇട്ട് ഫൗണ്ടേഷൻസ് ഏതാണെന്നൊന്ന് പറഞ്ഞു തരും. സത്യമായിട്ടും എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം എനിക്ക് വയ്യായിരുന്നടാ. ഒരാഴ്ച പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം പിള്ളേർക്ക് വയ്യാതെ. അപ്പൊ എനിക്ക് എടുത്ത് കാണിക്കാനുള്ളൊരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കല്ലേ. അടുത്ത വീഡിയോ എന്തായാലും മേക്കപ്പിനെ കുറിച്ചായിരിക്കും. ബിഗിനേഴ്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഫൗണ്ടേഷൻ ഷെയ്ഡ് കാര്യങ്ങളെല്ലാം, അതിന്റെ കൂടെ തന്നെ നെയിൽ പോളിഷ്, നെയിൽ കെയറിങ് എല്ലാം. നെയിലൊന്നും ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കെയർ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ എനിക്ക് ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പിള്ളേരെ അടിക്കുമ്പോഴും പിള്ളേരെ നുള്ളുമ്പോഴും മീൻ ഇറക്കുമ്പോഴൊക്കെയാണ് എൻ്റെ നഖം മെയിനായിട്ട് ഒടിഞ്ഞു പോണത്. ഒടിഞ്ഞു പോവാറുണ്ട്. മീൻ കട്ടിയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പാടാണ്. ഇങ്ങനെ തൊലി ഉരിക്കാനൊക്കെ ഉള്ള മീനൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ്. പിള്ളേരെ അടിക്കുമ്പോഴൊക്കെ പാടാണ്, ഒടിഞ്ഞു പോകാറുണ്ട്. ഒടിഞ്ഞു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇവിടുന്ന് കണ്ടില്ലേ ഒരു നഖം ഒടിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഈ സ്കിന്നോടുകൂടിയാണ് ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങിപ്പോണത്. അപ്പോൾ ഭയങ്കര വേദനയാണ്.
അപ്പം എന്തായാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സിറത്തിനെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ, നിങ്ങൾക്ക് പേരൊന്നും കറക്റ്റ് മനസ്സിലായില്ല, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.